എല്ലാ വനവാസികളും ശ്രദ്ധിക്കുക. കുയിലിന്റെ കൂട്ടിക്കേറി മുട്ട കട്ടതിന് കൊത്തു കിട്ടിയവൻ, വെറും 5 രൂപയുടെ തുട്ടിന് വേണ്ടി തട്ടുമാറ്റി കാണയിലിറങ്ങിയവൻ വളരെയധികം കയ്യടിയോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം രാജാവ് അൽ ഖുലുത്ത് ഗുലുമാൽ. എല്ലാവർക്കും ഗുലുമാൽ നമസ്കാരം. കൈയടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ കുഞ്ഞ് കരഞ്ഞാൽ അമ്മ പറയാറുള്ളത് ആ കുട്ടിയുടെ അമ്മ ഒരു കോഴിയാണ്. പറയൂ പറയൂ, നിങ്ങളുടെ രാജാവ്. നിങ്ങളുടെ രാജാവ്. അയ്യോ, ഇങ്ങനെയല്ല പറയേണ്ടത്. പറയൂ, ഞാൻ വിജയിക്കട്ടെ. എന്നാ പിന്നെ തിരിച്ചു പറയാം, നിങ്ങൾ വിജയിക്കട്ടെ. താങ്ക് യു സർ. ഒരു രാജാവായിട്ട് പോലും ഞങ്ങൾ വിജയിക്കട്ടെ എന്നല്ലേ അങ്ങ് പറയുന്നത്. അന്ന് ഞങ്ങൾ വിജയിക്കട്ടെ എന്ന് പറഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മലമുകളിൽ കയറും നാട്ടിൻ പറ്റങ്ങളെ, കുത്തിയിരിക്കെ എഴുന്നേറ്റ് നിക്ക്. ഇവന്മാരെ നന്നായിട്ടൊന്ന് മുതലെടുത്തിട്ട് എന്ന കാര്യം. ഞാൻ നിങ്ങളെ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് വെച്ചാൽ, നഗരത്തിലെ പോലീസ് ഇൻസ്പെക്ടർ പാണ്ട എന്റെ അനിയനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അവൻ തെറ്റ് ചെയ്തിട്ടാണത്രേ. എനിക്കറിയാം, എന്റെ അനിയൻ തെറ്റ് ചെയ്യില്ല. ഓടുന്ന ബൈക്കിന്റെ ടയറിനടിയിലേക്ക് ഒരു വടി മാത്രമേ അവൻ വലിച്ചെറിഞ്ഞുള്ളൂ. എന്റെ പ്രിയപ്പെട്ട അനിയൻ ക്യൂട്ടായിരുന്നു, ക്യൂട്ടായിരുന്നു. വരൂ, നമുക്ക് എല്ലാവർക്കും അവനെ പോയി മോചിപ്പിക്കാം. എങ്കിൽ വരൂ. ഇതും പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാനാണോ പരിപാടി? വേഗം വാ, പോകാം. ഇവൻ കാരണം ബൈക്കിൽ നിന്ന് 2 പേരാണ് താഴെ വീഴുന്നത്. ഇന്നാ പിടിച്ചോ. നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ കാരണമാണ് ഇവൻ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞത്. ഇതിപ്പോ എല്ലാ പ്രാവശ്യവും ഇത് തന്നെയാ പരിപാടി. കണ്ട തെമ്മാടികളൊക്കെ പിടിക്കുന്നത് ഞങ്ങളാ. അവസാനം വന്ന് താങ്ക് യു പറഞ്ഞ് അവരെ പിടിച്ചോണ്ട് പോകുന്നത് സാറും. അങ്ങനെ വെച്ച് നോക്കുമ്പോ സാറിന്റെ ജോലിയിൽ പകുതി ഞങ്ങൾ തന്നെയാ ചെയ്യുന്നേ. അപ്പൊ പിന്നെ പകുതി സാലറിയും പകുതി തോക്കും പകുതി ലാത്തിയും ഞങ്ങൾക്ക് തന്നെ തരണം. ഹലോ, യൂണിഫോം മൊത്തം വേണ്ട, ആ പോക്കറ്റ് മാത്രം തന്നാ മതി. ആ പോക്കറ്റ് മതി ഞങ്ങൾക്ക് 4 പേർക്കും യൂണിഫോം തയ്ക്കാനായിട്ട്. ഇതെന്റെ സ്വന്തം സിറ്റിയാണ്. ഇവിടെ വലിയ കുറ്റകൃത്യങ്ങൾ നടക്കില്ല. ഇത് എപ്പോഴും ശാന്തി സമാധാനമുള്ള നഗരമായിരിക്കും. അയ്യോ, അവിടെ തന്നെ. അയ്യോ, അമ്മേ. തീർച്ചയായിട്ടും വരും. എന്റെ വലിയേട്ടൻ എന്നെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും വരും. നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ പോവൂ. നിന്റെയൊക്കെ കൺമുമ്പിൽ കൂടെ തന്നെ എന്നെ ഇറക്കിക്കൊണ്ട് പോകടാ. തീർച്ചയായിട്ടും വരും. എന്റെ വലിയേട്ടൻ എന്നെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും വരോടാ. അങ്ങനെയാണെങ്കിലേ നിന്റെ വലിയേട്ടൻ വരുന്ന വഴിക്ക് ഒരു ആംബുലൻസ് കൂടെ വിളിച്ചോണ്ട് വന്നാൽ നന്നായിരിക്കും. കാരണം ഇങ്ങോട്ട് നടന്നു വന്നിട്ട് തിരിച്ച് കിടന്നല്ലേ പോകാൻ പറ്റൂ. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നൊരു കേസും തലേ കെട്ടിവെക്കും. അത് ശരിയാണ്. വാ, വേഗം വീട്ടിൽ പോവാ. അല്ലെങ്കിൽ പിന്നെ മേഡത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യാനും ആരും വരില്ല. ആ ആടുകളുടെ ഓട്ടം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇടയനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വന്നതാണ്. സംശയമുണ്ടോ? അവരെന്താ ചോദിക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം. പക്ഷെ കൊച്ചളിയാ, വീട്ടിലോട്ട് ചെന്നില്ലെങ്കിൽ മേഡം നമ്മളെ ദേ നോക്ക്, ചിലപ്പോ ഇൻസ്പെക്ടർ പാണ്ഡയെ സഹായിക്കാൻ നമുക്കൊരു അവസരം കൂടി കിട്ടും. വാ നോക്കാം. എന്റെ വലിയേട്ടൻ എന്താ വന്നു. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ നഗരത്തിൽ ഒരു കുട്ടി കരയുകയാണെങ്കിൽ അതിന്റെ അമ്മ പറയും, കാരണം അതിന്റെ അമ്മ കുതിരയാണ്. എന്റെ അനുജൻ പ്രകാശ് ഗുൽഗുൽമാലിനെ വേഗം പുറത്തിറക്ക്. വേഗം എല്ലാരെയും പിടിക്കൂ. അടിക്ക്, വേഗം എല്ലാവരെയും അടിക്ക്. അടിക്കവന്മാരെ, അടിക്ക്. എടാ, ഇടിക്കവന്മാരെ ഇടിക്ക്. എല്ലാവരും ഇടിക്കവന്മാരെ, ഇടിക്ക്. യവന്മാരുടെ അടുത്ത് പറഞ്ഞ മനസ്സിലാവരാ. ദാ ഇങ്ങനെ, ഇങ്ങനെ. അതേ കൂട്ടുകാരെ,
കണ്ടില്ലേ അത്? ആ ഗുലുമാല അവന്റെ അനുജനെ ജയിലിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നതാണ്. അവൻ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. നമ്മൾ ഇൻസ്പെക്ടർ പാണ്ഡയെ സഹായിക്കണം. ഏറ്റവും രസം നടന്നു വെച്ചാലേ ഈ ആടുകൾ മുഴുവനും ഒരു കുറുക്കന്റെ വാക്ക് കേട്ടോണ്ടാണ് നടക്കുന്നത്. സംശയമുണ്ടോ? ആടുകൾ എപ്പോഴും ഇടേന്റെ വാക്ക് കേട്ടല്ലേ നടക്കാറുള്ളത്. തത്തയുടെ വാക്ക് കേട്ട് പറക്കൊന്നുമില്ലല്ലോ. കഴുതേ, ആടുകൾക്ക് തീരെ ബുദ്ധി കുറവാണ്. അതായത് സ്വന്തമായിട്ട് ചിന്തിക്കാതെ മറ്റുള്ളവരെ വാക്ക് കേട്ട് നടക്കുക. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. അവന്മാരെ വേഗം തടയ്. ഹണി, ആ ഗുലുമാലിനെ ഇടിച്ചിട്ട് വേഗം താക്കോൽ എടുത്തോണ്ട് വാ. ഏതേലും ഒന്ന് പറ. ഇടിച്ചിടണോ അതോ താക്കോൽ എടുത്തിട്ട് വരണോ ഞാൻ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ബൈക്കിന്റെ കീ കൊണ്ട് തിരിച്ചാൽ ലോക്കപ്പിന്റെ ലോക്ക് തുറക്കില്ല. പാണ്ഡയുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ എടുക്ക് വേഗം. ചേട്ടാ, അവന്മാരെ വേഗം തടയ്. ഈ ചൂയങ്ക കഴിക്ക്, എന്നിട്ട് വേഗം ആഞ്ഞ് തുപ്പ്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അകലെ കൂട്ടി കരയുകയാണെങ്കിൽ അതിന്റെ അമ്മ പറയും, കാരണം അമ്മ ഉറങ്ങുകയായിരിക്കും. കിടന്നുറങ്ങുകയായിരിക്കും. കൂട്ടുകാരെ, ഈ ആടുകളുടെ എല്ലാം മനസ്സ് മാറ്റിയിരിക്കുന്നത് കൊണ്ട് ഗുലുമാലിന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ആദ്യം നമുക്ക് ഇവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരണം. ഐഡിയ. അതെ ആടുകളെ, ഈ ചേട്ടനും അനിയനും കൂടി നിങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഞാനിവരെന്തിനു വിഡ്ഢികളാക്കണം? ഞാൻ ഇവരുടെ സ്വന്തം രാജാവാണ്. പക്ഷേ ആടുകളുടെ രാജാവ് ഒരിക്കലും കുറുക്കനായിരിക്കില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നു. ഞാൻ നിങ്ങളുടെ രോമം വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള മോഹം ഞാൻ സാധിച്ചു തരും. പക്ഷെ നിങ്ങളുടെ രോമം മാത്രമല്ലേ ഫോറിൽ പോവുള്ളൂ. നിങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞതും ശരിയാണ്. അവരോടൊപ്പം ചേരണമെങ്കിൽ ചേർന്നോളൂ. കാരണം അതിൽ എനിക്കൊരു നഷ്ടവും ഇല്ല. നിങ്ങളെ ഉപയോഗിച്ച് ഞാൻ എന്റെ അനുജനെ മോചിപ്പിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഇവൻ നമ്മളെ ശരിക്കും വിഡ്ഢികളാക്കുകയായിരുന്നു. അവന്റെ വായിൽ തന്നെ സത്യം പുറത്തു വന്നു. അവൻ നിങ്ങളെ ഇത്രയും നാള് വിഡ്ഢികളാക്കുകയായിരുന്നു. നിങ്ങളെ ചതിച്ച് അവൻ ആവശ്യമുള്ളത് നേടുകയായിരുന്നു. അവസാനം നിങ്ങൾ മണ്ടത്തരം കാണിച്ചെന്ന് തെളിഞ്ഞു. അയ്യോ, ഞാൻ എന്താ കന്ന സാറിനെ പോലെ സംസാരിക്കുന്നത്? പിടിക്കവന്മാരെ വേഗം.
ഇവിടെ 50 കിലോമീറ്റർ അകലെ ഏതെങ്കിലും ഒരു കുട്ടി കരഞ്ഞാൽ അവന്റെ അമ്മ പറയും, ജയിലിലേക്ക് അയക്കല്ലേ എന്റെ മകനെ, ജയിലിലേക്ക് അയക്കല്ലേ. അതെന്താ അങ്ങനെ പറയുന്നേ? കാരണം അത് ഞങ്ങളുടെ അമ്മ ആയതുകൊണ്ട്. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. ദാ അങ്ങോട്ട് നോക്കിയേ, മുറ്റത്തൊരു മൈന. ക്ലാ, ക്ലാ. താങ്ക് യു. നിങ്ങൾ വീണ്ടും എന്നെ കുറ്റവാളികളെ പിടിക്കാൻ സഹായിച്ചിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ജസ്റ്റ് സഹായിച്ചു. പക്ഷെ ഇവരെ പിടിച്ചത് സാറ് തന്നെയാണ്. ചെമ്മരിയാടുകളെ, നിങ്ങളിപ്പോ ഒരു പാഠം പഠിച്ചു കാണും. ഇനി മറ്റുള്ളവരുടെ വാക്ക് കേട്ടെടുത്ത് ചാടരുത്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ചെക്ക് ചെയ്യട്ടെ, ചെക്ക് ചെയ്യട്ടെ.